എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ അമേരിക്കയിലെ ഡെത്ത് വാലി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടവർക്ക് അറിയാം, വേറെ ലെവലിലുള്ള വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിങ്ങൾ കാണിക്കാൻ പോണത് ആർട്ടിസ്റ്റ് ഡ്രൈവാ. ഡെത്ത് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം, റോഡ് ട്രിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പറുദീസിയാണ്. ഇന്നത്തെ എപ്പിസോഡും നമ്മൾ ഡെത്ത് വാലിയിലുണ്ട്. പവറാക്കാനുള്ള പരിപാടി കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഡെത്ത് വാലിയിലത്തെ ആർട്ടിസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടാ. ഇത് ഒരു ഡ്രൈവ് എന്ന് തന്നെ പറയണത്. ഈ ഡ്രൈവിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടുത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഓരോ മലകളുടെ ഭംഗിയാ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ മലകൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുക. പച്ച, ചുമപ്പ്, നീല, മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രൈവ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ ഒരു വണ്ടിക്ക് പോകാനുള്ള വലിപ്പമുള്ള റോഡിന്, അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രൈവ് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ കളറിലുള്ള മലകള്, അതാണ് നമ്മളത് മുമ്പിൽ തെളിഞ്ഞ് വരണത് കേട്ടാ. ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോണത്. അലക്ക് സാൻ്റെ പാൻ. ഇത് 1 വേ ആണോ 2 വേ ആണോ എന്ന് അറിയില്ല കേട്ടോ. അത് കാരണം നമുക്കൊരു സൈഡ് പിടിച്ച് പോവാം. വേറെ വണ്ടി വരാണെങ്കിൽ നമുക്ക് പെടും. ഞാൻ കാണാനേക്കാളും കൂടുതൽ നിങ്ങളാവും കാണണ്ടാവുക ക്യാമറയിലൂടെ. എനിക്ക് റോഡിലേക്ക് നോക്കി അല്ലെങ്കിൽ അതൊക്കെ സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അടിയിൽ കമന്റ് ചെയ്യണം. വേറൊരു ലെവലിലുള്ള റൂട്ട് നമ്മൾ എടുക്കണം കേട്ടോ. ഇത് ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലേസുകൾ ഒന്നും കൂടിയാണ് ഡെത്ത് വാലി എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള താഴ്ച കൂടിയ ഒരു ഏരിയ കൂടി നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 100 മീറ്റർ 100 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കാണ് പോണത് സീ ലെവലിൽ നിന്ന്. അപ്പോൾ ഏറ്റവും താഴ്ന്ന പ്രദേശത്തേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടുത്തെ ആ ഒരു വണ്ടർ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതെ വരുന്നുണ്ട് കേട്ടോ. കളി വരുന്നുണ്ട്. വണ്ടികൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മള് ലഡാക്കിലൊക്കെ കാണേണ്ട കളവാണെങ്കിൽ മുകളിലേക്ക് തന്നെ പറയണം. പാറകളെ കളർ അനുസരിച്ച് പറയുമ്പോൾ ഒരു പിടി മുകളിൽ നിന്ന് തന്നെ പറയണട്ടാ. ഇന്ത്യനെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളെ കുറ്റം പറയണമെന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടിട്ട് ക്യാമറകളെ കണ്ടിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്തോട്ടാ. എന്തായാലും ഇവിടെ വരെ വന്നാലേ ഒരു ഹമ്മറിന്റെ അടുത്ത് പോയി പാർക്ക് ചെയ്താല. മഞ്ഞ ഹമ്മറിന്റെ അടുത്ത് മഞ്ഞ കപ്പിത്താൻ ഹമ്മർ ആള് വേറെ കേട്ടാ. ഇത് ഇവിടുത്തെ ഡേ ടൂറുകൾ എടുക്കണ വണ്ടികളാണ് അതൊക്കെ. സൈഡ് ചരിച്ച് പാർക്ക് ചെയ്യേണ്ടി വരും തോന്നിട്ടുണ്ട്. ബാക്കുകൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാരെങ്കിലും നോക്കി നോക്കാം. ബാക്ക് കുഴപ്പമില്ല. ഹമ്മർ എടുക്കണം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പ്രൗഢിയില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? നമുക്ക് ഹമ്മർ ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. അമേരിക്കൻ വണ്ടിയൊക്കെ എത്ര നാള് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടല്ലോ. ആ മമ്മൂട്ടിയുടെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി അന്ന് തന്നെ അറിയണത് തന്നെ കേട്ടോ. അടിപൊളി. അങ്ങനെ അതൊക്കെ ഹമ്മറെന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാണ്ടല്ലോ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു തീർക്കാൻ പോട്ടാ. ഭയങ്കര എക്സൈറ്റഡോടുകൂടി കേട്ടോ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി അതിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടെ കാഴ്ചയിലുണ്ടാവും നമുക്ക് വേണ്ടി. കളറുകൾ കണ്ട ഓരോ മലയ്ക്ക് ഓരോ കളർ കേട്ടോ. എന്തായാലും 2 വണ്ടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുക ചേട്ടനെ പോലെ. അങ്ങനെ കയറി ഫുൾ ട്രയലുകൾ കേട്ടോ. കണ്ട ഇതിനാ പോയിന്റ് കേട്ടോ. അത് കണ്ട നേരെ അവിടെ സ്ഥലം കണ്ടോ. അതാ ഗൈഡൊക്കെ വന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവരുണ്ട്. കളർഫുൾ മലകൾ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ വേറെ സംഭവം കണ്ട. ഇവിടെ ഓരോ കല്ലിനും ഭയങ്കര അഗ്രസീവാണ്. അത് കണ്ട നമ്മൾ നേരത്തെ ഉരുളൻ കല്ലുകൾ നമ്മൾ നദിയുടെ തീരത്ത് കണ്ടത്. ഇവിടെ ഫുള്ള് കണ്ട ഭയങ്കര അഗ്രസീവായിട്ടുള്ള കല്ലുകൾ കേട്ടോ. വോൾക്കാനെ പൊട്ടിത്തെറിച്ചിട്ടുള്ള സാധനങ്ങളാട്ടോ കുറേ കണ്ട. ഭയങ്കര അഗ്രസീവാണ്. കൂർത്തിരിക്കാനല്ല കേട്ടോ. എന്തായാലും ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്ലഡായിട്ടുള്ള ഏരിയകളാണ്. വെള്ളം പോയ വഴികളിൽ നമ്മൾ കാണുന്നത്. ഈ മലയുടെ മുകളിൽ നിന്ന് ഇത്രയധികം മഞ്ഞുരുകി വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതെങ്ങനെയൊക്കെ ഒഴുകി വരാമെന്നുള്ള കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൊക്കെ ഈ അത്ഭുതത്തെ നോക്കി കാണുന്നതേ ഈ മലയുടെ ഷേപ്പിലുള്ള മാറ്റങ്ങൾ, ഈ മലയുടെ കളറിലുള്ള മാറ്റങ്ങൾ, ഈ മലയുടെ ഹൈറ്റിലുള്ള മാറ്റങ്ങൾ,
ചെറിയ മലകൾ, വലിയ മലകൾ എന്ന് വേണ്ട ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള, നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് പോയപ്പോൾ പറഞ്ഞിരുന്നു, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്കത് എത്രത്തോളം ഗ്രഹിക്കും നമുക്കറിയില്ല. നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് പോയപ്പോൾ നമ്മുടെ അപ്പച്ചനെ കണ്ടിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ 70 വയസ്സ് 69 വയസ്സ് അങ്ങനെ ഉണ്ട്. പക്ഷേ ആൾ 6ാമത്തെ തവണയാണ് അന്റാർട്ടിക്കയിലേക്ക് വരുന്നത്. ആൾ ഓരോ സീസണിലും അന്റാർട്ടിക്കയിലേക്ക് വരുന്ന മാറ്റങ്ങൾ, ഒരു 4 കൊല്ലം 5 കൊല്ലം മുമ്പുള്ള ആൾ ഇപ്പോൾ വരുന്നുണ്ടാവും കേട്ടോ. ഓരോ സീസണിലും എത്ര കൊല്ലം മുമ്പുള്ള വരണമെന്ന് എനിക്കറിയില്ല. ഓരോ സീസണിലും വരുന്ന മാറ്റങ്ങളെ പറ്റി പഠിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പഠിച്ചിട്ട് വേറെ പരീക്ഷയൊന്നുമില്ല, നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ അന്ന് 1959 വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ട ഈ മലയിൽ വന്ന മാറ്റം കണ്ടാന്നുള്ളൊരു തോന്നലുണ്ട. അങ്ങനത്തെ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ ശരിക്കും ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസൊക്കെ കേട്ടോ. അത് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. നമുക്ക് അത്ര ഒന്നുമില്ല. നമ്മളിത് ഒരു മല കണ്ടു, അതേ മല ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരും. ഇവരൊക്കെ അതിനെ പറ്റി കൂടുതൽ പഠിച്ച് അതിൻ്റെ ആ വൈവിധ്യമൊക്കെ തൊട്ടറിഞ്ഞ് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഇരുന്ന് മല കയറി കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് ആ മലയിൽ നോക്കിയിരിക്കും. അതിന് പിന്നെയും ഹൈക്ക് ചെയ്യും, പിന്നെയും ആ മലയിൽ നോക്കിയിരിക്കും. അപ്പോൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് നിന്ന് മുകളിലിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വ്യത്യാസത്തിൽ അവരതിനെ പറ്റി സംസാരിക്കും. വേണ്ട, നമ്മൾ അടിയിലിരുന്നപ്പോൾ ആ മലയുടെ സൈസ് ഇത്രയായിരുന്നു. അപ്പോൾ ഭാര്യ ഉണ്ടാവും കൂടെ. അപ്പോൾ പറയും, കൺട്രി നീ മുകളിൽ കണ്ടപ്പോൾ ഈ മലയുടെ മറ്റേ ഷേപ്പിൽ വന്ന് വ്യത്യാസം കണ്ട. അപ്പോൾ പെണ്ണ് പറയും എന്നൊക്കെ പറയും. നമ്മളെന്നിട്ടുണ്ടാവുക മല കയറും, ഫോട്ടോ എടുക്കും. ചിലപ്പോൾ മലയും കയറില്ല, അടിയിലെത്തിയെന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അതിന് നമ്മളും ഞാനടക്കമുള്ള ആൾക്കാർ, നമ്മൾ വലുത് ചെറുതെന്നല്ലടാ പറഞ്ഞർത്ഥം. നമ്മളുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് ശരിക്കും. അതിൽ നിന്നൊക്കെ വിട്ട് ഞാനിപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങി. എങ്ങനെയാണ് അതേ മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയായിരുന്നു. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബ്ലറായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഓരോന്നിനും വേണ്ടി പഠിച്ച് ജീവിതകാലം മൊത്തം എനിക്കിങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അടുത്ത വേൾഡിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക. ആ ഡ്രൈവ് എടുക്കുക, വണ്ടി ഓടിക്കുക, ഡ്രൈവ് ചെയ്യുക, കാഴ്ച കാണാം. ഇതാണ് മെയിൻ നമ്മുടെ പണിട്ടാ. എന്തായാലും ഡെത്ത് വാലി നിങ്ങളെല്ലാവരും ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം. നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാട്ടാ. ഈ ഡ്രൈവിലത്തെ ഒരു ചെറിയൊരു സ്ഥലം നമ്മൾ കണ്ടത്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ നമ്മൾ കണ്ട് ഇങ്ങനെ പോവാട്ടാ. 1 വേ ആട്ടാ, 2 വേ അല്ല, 1 വേ ആണ്. ഡ്രൈവിന്റെ സുഖം നമ്മൾ നേരിട്ട് മുമ്പില്ല കേട്ടോ. ഡ്രൈവ് എടുക്കുമ്പോൾ ഒരു വേറെ സുഖം ഉണ്ട് എന്തായാലും. ഒന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ മണ്ണ് എടുത്ത് കൊണ്ടുപോയിക്കണ്ട, മറ്റേ വെള്ളം എടുത്ത് കൊണ്ടുപോയിക്കണ ഭാഗങ്ങൾ നമ്മൾ കണ്ടത്. നോക്കിയാൽ ഭൂമിയില് വേറെ വെർഷൻസ് നമ്മൾ കാണട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അറിയാവുന്ന ഏറ്റവും നല്ല സ്പോട്ടുകൾ അവരിങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ നോക്കണതും വീഡിയോ എടുക്കണത് കേട്ടോ. അടിപൊളി കാഴ്ച. എന്തായാലും നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. ആർട്ടിസ്റ്റ് ഡ്രൈവ് കേട്ടോ. ഇതിന്റെ മെയിൻ അർത്ഥം തന്നെ അതിനാണ്. നമ്മൾ ആർട്ടിസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടം വരയ്ക്കുമ്പോൾ ബ്രഷ് പാഡുമ്പോൾ നമ്മൾ ഓരോ കളറുകൾ ഇങ്ങനെ മൾട്ടി കളറുകൾ കാണില്ലേ, അതേപോലെയാണ് ഇവിടുത്തെ മലകളും ഇവിടുത്തെ പ്രകൃതി എന്നാണ് പറയണത്. അപ്പോൾ അതൊരു എടുത്തു പറയാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിന് പേര് കൊടുത്തത് തന്നെ കേട്ടോ. റിയലായിട്ട് നമ്മളുണ്ടാക്കിയല്ല, റിയലായിട്ട് അങ്ങനെ തന്നെയാണ്. ഇത് 1 വേ കാരനെ ചിലപ്പോൾ 2 വേന്ന് ആൾക്കാർ കയറി വരുന്നുണ്ടാവും. നമ്മളൊരു നല്ല വഴി കാണുമ്പോൾ അങ്ങോട്ട് കയറി പോയിട്ടും കാര്യമില്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മൾ പോണ വഴി കണ്ടറിയാം. ഇത് മഴക്കാലത്ത് അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും മണ്ണിടിഞ്ഞ് പോകുന്നുള്ള കാര്യം ഈ റോഡൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാട്ടോ. ഇത് ഓരോ കൊല്ലം ഒരു പണിതുണ്ടാക്കുന്നുണ്ടാവും. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ മണ്ണൊക്കെ എപ്പോൾ വേണമെങ്കിലും നിലത്തേക്ക് ഇടിഞ്ഞ് പൊഴിഞ്ഞ് വീഴാവുന്ന ഒരു കണ്ടീഷനിലാണെന്ന് എനിക്ക് തോന്നണം. കണ്ടിട്ട് കണ്ടോ, മണ്ണൊലിപ്പും വെള്ളമൊക്കെ പോണ വഴി കൂടിയാണ് നമ്മൾ പോണത്. നമ്മുടെ ലഡാക്കില് ഐസിന്റെ ഉള്ളിൽ കൂടെ പോവില്ലേ, മഞ്ഞ് പെയ്ത് കൊണ്ട് പോവില്ല, അതേപോലെ ഇത് മണ്ണിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണേട്ടാ. ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇതിന് മേലെ ഞാനിപ്പോ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു ജസ്റ്റ് വാവ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ കുനിപ്പ് പോലെ കണ്ട, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വെള്ളം ഒഴുകി വന്നിട്ട് ആ ഒരു ഷേപ്പിലാക്കി ആയി വന്നിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരുമ്പോ ഞാൻ ആരോടെ പറഞ്ഞേനെ, നിങ്ങളുള്ള കാര്യം സമാധാനം കേട്ടോ. ഒരാളും മിണ്ടാനും പറയാനില്ലേ, പറഞ്ഞു തീർക്കാനായിട്ട് പറ്റുന്നില്ല. ക്യാമറ ഉള്ള കാര്യം സമാധാനം എന്ന് പറയുന്ന പോലെയാ. ചിലപ്പോ ഓരോ വർഷം വരുമ്പോ നിങ്ങൾക്ക് വേറെ വഴിയൊക്കെ ഒരു വിട്ടു തരും കേട്ടോ. ഇത് ഓരോ മഴക്കാലത്തിന്റെയും ഫ്ലഡിനനുസരിച്ചിരിക്കും ഈ റോഡൊക്കെ രൂപീകരിക്കുന്നതും വിട്ട് കയ്യിൽ നിന്ന് പോണത് കേട്ടോ. നമ്മൾ ആ മലയുടെ വേറെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാ. ഇതിനാ കറക്റ്റ് പോയിന്റ്. നമ്മൾ ഇറങ്ങിന്ന് ഓഫ്ലൈൻ മാപ്പ് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി ഇതൊരു ഒറ്റ ഡ്രൈവാ. അപ്പൊ നമുക്ക് ഇനി തിരിക്കാനും വളയ്ക്കാനൊന്നും ഇല്ല, നമ്മൾ വെച്ച് പിടിക്കണ്ട. ഇത് കണ്ട വെള്ളം അങ്ങോട്ട് ഒഴുകി പോയിട്ട് നേരെ പോയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ലേക്കിലിട്ടാ. ഈ മലകളിൽ നിന്ന് വരുന്ന വെള്ളം വന്ന് ഇങ്ങനെ ഉണ്ടാവണ ഒരു പ്രതിഭാസമാണ് നമ്മൾ ഈ മലകളുടെ മുകളിലും എല്ലായിടത്തും ഇങ്ങനെ കാണണം കേട്ടോ. ഈവൻ ഗ്രാൻഡ് കാന്യോണിലടക്കം. അപ്പൊ നമ്മൾ വിചാരിക്കും കഴിഞ്ഞല്ലോ, ട്രിപ്പ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടാ, തുടങ്ങണല്ലോ കേട്ടാ. ആ മണ്ണടിയിലേക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി നിൽക്കണ, അത് മണലാന്ന് കൊണ്ടിട്ട് കണ്ടിട്ട് നമ്മൾ ഡ്യൂൺസിൽ കണ്ട പോലത്തെ
ആ പൊടിമണ്ണ് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി നിൽക്കണമെന്നുണ്ട് മഴ കഴിഞ്ഞ് വരുമ്പോഴേ. അങ്ങനെ ആ ലോകം നമ്മൾ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കട്ടോ. അലക്ക അലക്ക അലക്ക് കപ്പിത്താൻ ഇടയ്ക്ക് നീട്ടാ. പാറകൾ ഇവിടെ എത്തിയപ്പോ ഇത്തിരി സ്ട്രോങ് ആയ പോലെയൊക്കെ ഉണ്ട് കാണുമ്പോ. ഇവിടുത്തെ മണ്ണ് കണ്ട പല കളർ കണ്ട. ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് പല കളർ കണ്ട. റൈറ്റ് സൈഡിലും മൾട്ടിപ്പിൾ കളറിലുള്ള മണ്ണാണ് നമ്മൾ കാണുന്നത്. അതിനുള്ളിൽ ഇവിടെ നമ്മൾ വെച്ച് പിടിക്കണത്. റൈറ്റ് സൈഡിൽ നോക്കിയ പിങ്ക് കളർ. ഡ്രൈവ് എടുത്തില്ലെങ്കിൽ മിസ്സിങ് ആയിട്ടാ. കല്ലക്കൻ ഡ്രൈവ് ആയി. കപ്പിത്താൻ്റെ പവറും കൂടെ ആയപ്പോഴേ മൊത്തത്തിലൊരു പവർ കൂടുതലിപ്പോ. ഇതേ വീണ്ടും പച്ച കളർ നേരെ മുമ്പിൽ കാണണം. പച്ച കളർ കാണണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വോൾക്കാനിക് ആയിട്ടുള്ള പ്രതിഭാസങ്ങളാണ് ശരിക്കട്ടാ. വട്ട വഴി ആസ്വദിക്ക. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ടട്ടാ. ഏറ്റവും മുകളിൽ മഞ്ഞുമല ഉണ്ട്. ഇതിനിടയ്ക്ക് അതുകൊണ്ടേ ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടെന്ന് പറയുമ്പോ അപ്പൊ ഒരു മഞ്ഞുമല അങ്ങനെ കാണിക്കും മുമ്പിൽ. അപ്പൊ പിന്നെ ആ മൂട് പോയി വേറെ മൂടിലേക്ക് കിടന്നു. പിന്നെ തിരിഞ്ഞ് വരുമ്പോ വേറെ സാധനം വരുമ്പോ തോന്നുന്നുണ്ട്. 2 വളവിന്റെ ആവശ്യമുള്ളൂ. വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോകം കാണിച്ചു തരും. നമ്മളിങ്ങനെ പ്രകൃതിനെ കണ്ടിട്ട് ഇതന്നെ നേരത്തെ കണ്ടേന്ന് പറയുമ്പോഴല്ലേ ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ട് വരുമ്പോ സാധനങ്ങൾ മുമ്പിൽ അങ്ങോട്ട് കയറി വരും. അതിനിപ്പോ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കണേ. ഇതൊക്കെ വോൾക്കാനിക് മലകളാന്ന് പറയണടാ. ഈ വോൾക്കാനിക് വന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രതിഭാസങ്ങളാണ് നമ്മൾ ഈ കളർ മൾട്ടിപ്പിൾ ആയിട്ട് കാണേണ്ട വേറെ രൂപം. ഇവിടുത്തെ കല്ലൊക്കെ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാണ്ട. അങ്ങനെ നമ്മളത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സാധനം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കാട്ടാ കാണാനായിട്ട്. നമ്മളത് അടിയിലേക്ക് ഇറങ്ങി വരാട്ടാ. ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ഡ്രൈവ് കഴിഞ്ഞ് അടിയിലേക്ക് ഇറങ്ങുമ്പോൾ. ഉപ്പ് തടാകം കണ്ട് നമ്മള് ലെഫ്റ്റ് പോട്ടാ. നമ്മള് ബാഡ് വാട്ടർ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇനി പോണത്. ഓരോ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കട്ടാ പ്രകൃതി. സ്റ്റോപ്പ് സൈൻ വന്നു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നേരെ ഓപ്പോസിറ്റ് കാണുന്ന കല്ല് കണ്ട വോൾക്കാനിക് കണ്ട. മലയിൽ പൊട്ടി വന്ന പോലത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ട. ഒരു പ്രത്യേക ഒരു മൂഡ് കിട്ടണില്ലേ? എനിക്ക് കിട്ടുന്നുണ്ടോ. എവിടേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയില്ല. അതേപോലെ നമ്മളിതാ വെച്ച് പിടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ടാസ്ക് 9 മൈൽ ദൂരത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞ ബാഡ് വാട്ടറിലേക്ക് നമ്മള് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളൊരു മഡ് റോട്ടിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ. അതേപോലെ നമ്മൾ ഷോർട്ട് ലേക്കിന്റെ മുകളിൽ കൂടെ പോകണമെന്ന് എനിക്ക് തോന്നണത്. എന്തായാലും ഇവിടെ അങ്ങനത്തെ ഒരു പ്രതിഭാസം നമുക്ക് ഇവിടെ കാണാണ്ട്. എന്തായാലും ലെറ്റ്സ് ട്രൈ. അപ്പൊ ആദ്യം നമ്മള് ഇനി അടുത്തെടുക്കാൻ പോണതില്ലേ നോക്കി നിങ്ങൾ ജസ്റ്റ് എന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോണെന്ന് നോക്കിയാൽ. ഡെവിൾസ് ഗോൾഫ് ഒരു മഡ് റൈഡാണ്. പിടിക്കില്ല നമുക്ക് ഷോർട്ട് ലേക്കിന്റെ മുകളിൽ കൂടെ അഭ്യാസം തോന്നുന്നുണ്ട് കണ്ടിട്ട്. ആദ്യത്തെ ഒരു ഓഫ് റോഡ് അനുഭവമാണ് നമ്മളിനി കാണിക്കാൻ പോണേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. അത് മട്ടയ്ക്ക് നമ്മൾ ചെയ്യുമ്പോഴല്ലോ അങ്ങനെ നമ്മള് ഓഫ് റോഡ് പിടിച്ച് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നമുക്ക് കണ്ട സോൾട്ട് കണ്ട വെള്ളച്ച് കിടക്കണ കിടപ്പ് കണ്ട മക്കളെ. നോക്ക് ഒരു ഭയങ്കര സംഭവമായിട്ടുള്ളത് അല്ലേ. അത് മണ്ണാണോ അതോ കല്ലാണോ അത് നോക്കണല്ലോ. ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത്. നമുക്കതൊന്ന് പതുക്കെ നടന്ന് കണ്ടു കേട്ടോ. ഫ്രെയിം നോക്കിയ സാധനം. അപ്പൊ നീ വേൾഡിൽ ജീവിക്കണം നിനക്കല്ല തോന്നലുണ്ടാ. ആ വെള്ള തടാകത്തിലേക്ക് നമ്മൾ എത്തിയില്ല നമ്മൾ പറയാൻ പാടില്ലേ. ആ വെള്ള തടാകം കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത് ഗെയിം ഓടിക്കണേ. പ്രത്യേക ഭംഗിട്ടാ അവിടെ എത്തുമ്പോ. ഒരു വേറെ വീട്ടിലേക്ക് നമ്മൾ വന്ന പോലെ ഒരു തോന്നല് നിങ്ങൾക്ക് എനിക്ക് തോന്നിയത് മാത്രമാണ് ഞാൻ കാണിച്ചു തരാം. ഡെവിൾസ് ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ പറയണേട്ടാ. നോക്കിയേ ഏരിയ നോക്കി നിങ്ങൾ വേറെ ലോകത്തേക്ക് നമ്മളെ കൂട്ടി കൊണ്ടുപോണ്. വാടാ മോനെ എന്ന് പറഞ്ഞിട്ട് ഏതാ സാധനം നോക്കിയിട്ട് നിങ്ങൾ ആൾക്കാരവിടെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഭംഗി അറിയണേട്ടാ. കല്ലക്കിട്ടത് ഈ കാണുന്നത് ഉപ്പാട്ടാ. ഇവിടുത്തെ കല്ലിൻ്റെ ഒക്കെ ഒരു ഇതാണ് ഉപ്പ് കല്ലാണ് നമ്മൾ കാണുന്നത്. കണ്ട കല്ല് കണ്ട വൈവിധ്യങ്ങളുടെ കല്ല പോറാട്ടോ. എന്തുട്ട ഫ്രെയിം അല്ലേ. നമ്മൾ വേറെ ഗ്രഹത്തിലൊക്കെ ഇറങ്ങി നടക്കാന്നൊക്കെ പറയില്ലേ അതിൻ്റെ ആ ഒരു സെയിം ഫ്രെയിമാണ്. അല്ലെങ്കിൽ ആ ഒരു തോന്നലാണ് എന്നെ ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നണം കേട്ടോ. അത് കണ്ട ആരുമില്ല, നമ്മൾ മാത്രടാ. നമ്മൾ മാത്രമുള്ളൊരു വേളിൽ നമ്മൾ ഒരു വെള്ളാമ ചെറിയ ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കടൽപ്പുറ്റ് പോലെ ഉണ്ടായി നിൽക്കാടാ.
കടൽപ്പുറ്റ് പോലത്തെ സംഭവമാണ്. എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കടൽപ്പുറ്റ് പോലെ പണ്ട് ഇതൊക്കെ ഭൂമിയുടെ അടിയിലായിരുന്നു എന്നൊക്കെ ആവും ചിലപ്പോൾ. ഇതിൻ്റെ ചരിത്രം പറയണ്ടാവും കേട്ടോ. മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഇതുണ്ടോ ഭയങ്കര സംഭവം. അൺബിലീവബിൾ കേട്ടോ വിഷ്വൽസ്. വെൽക്കം ടു ഡെത്ത് വാലി ആൻഡ് വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ കുഞ്ഞു പോലത്തെ സാധനം കണ്ട, മുത്തുമണി പോലത്തെ സംഭവങ്ങളൊക്കെ കേട്ടാ. പ്രത്യേക ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കേട്ടോ. ഒരു ലോകം തന്നെ കേട്ടോ. നമ്മൾ ഒരു ഏക്കർ 2 ഏക്കർ എന്ന് പറയില്ലേ, അങ്ങനെ 10,000 ഏക്കറുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ടൊക്കെ കേൾക്കണ്ട നമ്മൾ നടക്കുമ്പോഴേ. നമ്മൾ ബൊളീവിയയിൽ ഉയൂനിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഉപ്പുപാടത്ത് നടക്കുമ്പോൾ ഇങ്ങനെ കറന്നൊരു സൗണ്ട് കേൾക്കണേ. അതേപോലെയാണ് നമ്മളിവിടെ നടക്കുമ്പോൾ ഇത് പൊട്ടി പോകണേട്ടാ. നമ്മളധികം പൊട്ടിയിട്ട് വല്ല കുഴിയിൽ പോയി ചാടുന്നില്ല. നമുക്ക് പറ്റണ പോലെയൊക്കെ പോയാൽ മതിട്ടാ. കുറച്ച് മുന്നേ പോവാം. ഇത് ശരിക്കൊരു ഭയങ്കര മൂർച്ചയുള്ള സംഭവം കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഉപ്പായ കാരണം ഇതൊക്കെ മൊത്തത്തിൽ ബാധിക്കും നമ്മളെ. ഈ കടൽപ്പുറ്റ് പോലെ നിൽക്കണോടത്ത് അതിൻ്റെ വൈറ്റ് കളറിൽ ഉപ്പും മിക്സ് ആയി കിടക്കട്ടാ. അതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് കടലും അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു കടൽ എടുക്കുന്നൊക്കെ വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. നമ്മൾ നിൽക്കുന്ന 2 മലയുടെ നടുക്കി കൂടെയൊക്കെ കടലിൽ ചിലപ്പോൾ മുമ്പൊക്കെ വന്ന് പോകുന്നുണ്ടാവും. വേറൊരു ഗ്രഹത്തിലേക്കൊക്കെ പോയ പോലത്തെ ഒരു തോന്നലുട്ടോ. അമേരിക്കയിൽ വന്നിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ ആ ഗ്രഹങ്ങൾ കണ്ടു കേട്ടോ. ഇത് കണക്കാണ് പുറ്റ് പോലെ ഉണ്ടായി നിൽക്കുക. നമ്മൾ ഏതൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നാലുണ്ടല്ലോ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി തരുന്നുണ്ട്. അതൊരു എടുത്തു പറയുന്ന സംഭവമാണ്. എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഒരു സന്തോഷം നമുക്ക് തരുന്നുണ്ട്. അത് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നടന്നുണ്ടാക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കേസം. കാലുമ്മ കൊണ്ടാലൊക്കെ കീറുട്ടാ. ബ്ലേഡ് പോലെ ഇരിക്കണ. കൈ വെച്ച് കഴിഞ്ഞാൽ കൈ മുറിയും. നോക്കി പല്ല് പോലെ കണ്ടാ. നമുക്ക് പതുക്കെ നമ്മളെ കപ്പിത്താനെ കൊണ്ട് നമ്മുടെ അടുത്ത റൂട്ട് പിടിക്കാം. റൂട്ട് എടുക്കാന്ന് തോന്നിച്ച് ഭയങ്കരമായിട്ട് എന്തായാലും ഇപ്പം എടുക്കണോടാ. നമ്മൾ ആ കാഴ്ച കണ്ടുകൊണ്ട് പോട്ടാ. വണ്ടേഴ്സ് ഇങ്ങനെ മുമ്പിൽ വന്ന് തെളിഞ്ഞ് നിൽക്കാം. ഈ അമേരിക്ക ഒരു സംഭവട്ടാ. പണിൻ്റെ കുറെ കാശ് മാത്രമല്ല അമേരിക്കയിലുള്ളത്, കാണാനുണ്ട്. കപ്പിത്താൻ താങ്ക്സ് മുത്ത, എന്നെ ഇവിടെ എത്തിച്ചില്ലേ. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മലനിരകളുടെ സൈഡിൽ ഇങ്ങനെ പരന്ന് കിടക്കട്ടാ. അങ്ങറ്റത്ത് വണ്ടികൾ പോകണണ്ട. അതിനുള്ളിൽ കൂടെ നമ്മളിനി പോകാൻ പോകണമെന്നിട്ടാ. അപ്പോൾ ആ സൈഡിലും ഈ സൈഡിലും ഈ പറഞ്ഞ പോലെ ഈ കടൽപ്പുറ്റ് പോലെ ഉണ്ടായി നിൽക്കട്ടാ. ഇതിനേക്കാൾ ഉപരി ഉണ്ടല്ലോ ഈ ഒരു സൈഡിലേക്ക് വരാണെങ്കിലേ നമ്മൾ ഉപ്പുപാടത്തിൽ പോയില്ലേ, യുനിയിലും ബോട്ട്സ്വാനയിലൊക്കെ നമ്മൾ പോയാത്ത ഒരു വൈറ്റ് ലാൻഡ് എന്ന് തന്നെ പറയാം കേട്ടോ. ഇത് കണ്ടോ ഫുൾ വൈറ്റ് കളറാണ് കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ മലയൊക്കെ നിൽക്കണ നോക്കി നിങ്ങൾ. എന്താ രസം. പുതുഗ്രഹം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വേൾഡ്. ഉയ്യൂനി ഇതിൻ്റെ തറവാടാണ്. എന്നാലും നമ്മൾ അമേരിക്കയിൽ വന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാ. നല്ല തിളക്കുണ്ട് കേട്ടോ. ഇല്ലേ, നല്ല തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഏരിയ മൊത്തം വെള്ള ഭൂമിയായിട്ട് കിടക്കാട്ടാ. അല്ലെങ്കിൽ കേട്ടോ നമുക്ക് തിരിച്ച് കപ്പിത്താനിൽ കയറാം. എന്തുട്ടാ ഡ്രൈവ്, ഏതാ ലോകം. ഭയങ്കര കാഴ്ചയാട്ടാ. അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കണം. കപ്പിത്താൻ താങ്ക്സ് മുത്ത. പോവാ. അങ്ങനെ വൈറ്റ് ലാൻഡിൽ നമ്മൾ വേറെ റൂട്ട് പിടിക്കാട്ടോ. ഓരോ ടെറൈൻ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. ഇന്ന് എന്തൊക്കെ നമ്മൾ കണ്ടല്ലേ. നമ്മൾ വീണ്ടും നമ്മുടെ ട്രാക്കിലേക്ക് തന്നെ വന്നിരിക്കണ. ഓരോ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ഞം പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ മുമ്പിൽ ആ വണ്ടി മുമ്പ് അറിയാം. ഇതിന്റെ ആ ഒരു എന്റെ മുമ്പിലത്തെ മലയുടെ ഹൈറ്റും അല്ലെങ്കിൽ അതിന്റെ വലുപ്പത്തിനെ പറ്റി നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അമ്മരുത്തെ ഹൈറ്റില് മൾട്ടിപ്പിൾ കളറിലുള്ള മലകൾ നിൽക്കട്ടോ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകണ്ടോ. നമുക്ക് നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ 1.5 മൈലുള്ളൂ ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന്. നാച്ചുറൽ ബ്രിഡ്ജ് ആണ് നമ്മൾ പോണത്. ഇവിടെ ഒരു നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ അത്. ഇതൊരു ഓഫ് റോഡ് മൂടാണ് കാണുന്നത്. കണ്ടിട്ട് എന്തായാലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഒന്നും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലേ, വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി. വേറെ ഒരു പരിപാടിക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയില്ല. എന്തായാലും വേറിട്ടൊരു അനുഭവം കേട്ടോ. വെച്ച് പിടിക്കണു. 1.5 മൈലുള്ളൂ സംഭവം. ഒന്ന് നോക്കിയിട്ട് വരാം. ഏതൊരു
മലയുടെ ഉള്ളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണോട്ടാ. ഗുഹയിലേക്കൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഒത്തിരി മോശമാട്ടാ. 4 വീൽ ഡ്രൈവ് ഇല്ലാത്ത വണ്ടികളിലേക്ക് അതിൽ വരുന്നില്ല എന്നുണ്ട്. അത് കാരണം ബാക്കിയുള്ള വണ്ടികളൊക്കെ ഓരോ വഴിക്ക് പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ആ മലയുടെ ഉള്ളിലേക്ക് കയറി പോകാൻ പോവാ. പിത്താനെ പഞ്ചറൊന്നും തരിക്കോട്ടാ. നിന്നെ നീ തന്നെ കാക്കണോട്ടാ. വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ഇവിടെയൊക്കെ ഒരു പഞ്ചർ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് വയ്യാണ്ടാവൂട്ടോ. പിതാൻ നീ മാറി മാറി പോകണോ ബാഡ് കിട്ടുകയാണെങ്കിൽ. നാച്ചുറലായിട്ടുള്ള ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണാനില്ല. എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നോക്കിയോക്കാം. കയറി കയറി പോവാം. വെറുതെ അല്ലാട്ടോ ഒറ്റ വണ്ടി തന്നെ തിരിയാഞ്ഞത്. ഞാൻ വിചാരിച്ചേ എല്ലാ വണ്ടികളും നീ ഇവിടുന്ന് ഈ വഴിക്ക് കയറി പോവാത്തേന്ന്. ഇതൊരു നൈസ് ഓഫ് റോഡിങ് കളിയാട്ടാ മൊത്തം. നാച്ചുറൽ ബ്രിഡ്ജ് കണ്ടിട്ട് നമുക്ക് പോകാൻ എന്തായാലും ഇവിടെ വരെ വന്നാലേ. ഇതെവിടെയാണ് ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. വഴി കാണാനില്ലേ ശരാ. നമ്മുടെ ബാക്കിലത്തെ ക്യാബിലേക്ക് പൊടി കയറാതിരുന്നാൽ മതി. ബാക്കിൽ ഫുൾ പൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുക. നമുക്ക് വെച്ച് പിടിച്ച് നോക്കാം. കാണാണ്ട് പോകാണ്ട് പറ്റുമോ? നാച്ചുറൽ ബ്രിഡ്ജ് എത്താറുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണാനുണ്ട് നാച്ചുറൽ ബ്രിഡ്ജിന്റെ. നാച്ചുറൽ ബ്രിഡ്ജ് എത്തില്ല. റൈറ്റ് സൈഡിൽ നമ്മളിത് ബോർഡ് കണ്ടു. ഇനി എന്താണ് നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ട്രയലുണ്ടെന്ന് കൊണ്ടിട്ടാ. നടക്കണ്ടിട്ടാ. അപ്പാപ്പാര് വടി കുത്തിട്ടൊക്കെ പോണട്ടാ. ഇതുണ്ട് അവിടെ വടി കുത്തി പോണ്ട ആൾക്കാര്. എണ്ണാക്കാലം മണ്ണുള്ള ചെമ്പൂട്ടന്മാർ പോകുന്നുണ്ട്. അത് കാരണം നമുക്ക് ട്രയലിനെ പറ്റി പേടിക്കില്ല നമ്മള്. കേസ് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ട കേട്ടോ. നാച്ചുറൽ ബ്രിഡ്ജ് നമുക്ക് അപ്പിതാനം ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ പതുക്കെ നമുക്ക് നാച്ചുറൽ ബ്രിഡ്ജ് കാനിയൻ കാണാനൊരു ചെറിയ ട്രക്കിംഗ് ഉണ്ട്. 1 കിലോമീറ്റർ താഴെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് കയറി വെക്കാം. എന്തായാലും ഇവിടെ പിന്നെ വന്നല്ലേ, കാഴ്ചകൾ ഇനി കാണാതെ പോകണ്ട. ഏതെങ്കിലും ഒരു കാഴ്ച നോക്കേണ്ടി ഒളിഞ്ഞിരിക്കണമെങ്കിൽ 1 കിലോമീറ്റർ താഴേക്കാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കട്ടോ. നമ്മൾ നേരത്തെ കണ്ട അപ്പാപ്പൻ ഇരുന്നുട്ടാ. കൂടെ വന്ന ആള് നടന്നു പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പോയിട്ട് പാടി ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവേ. അപ്പാപ്പൻ ഇവിടെ ഇരുന്നു. നല്ല ചെരല് മണ്ണാട്ടാ. മണ്ണൊക്കെ അപ്പാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാട്ടാ. അതേപോലത്തെ അവസ്ഥയാ. മണ്ണും കല്ലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാ. നമ്മൾ ലഡാക്കിലൊക്കെ മണ്ണയിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, അതേ സെയിം സംഭവം കേട്ടോ. ഒരു വെള്ളം ഒഴുകണ ഒരു ഏരിയ കൂടി നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ. ആ നാച്ചുറൽ ബ്രിഡ്ജ് കാണാനായിട്ട്. ഇത് കണ്ടോ, കല്ലും മണ്ണും മിക്സ് ആയിരിക്കുക. കറക്റ്റ് ജഡ്ജ്മെന്റ് ആട്ടാ നമ്മളാ. എല്ലാവർക്കും മനസ്സിലാവില്ലേ. വേറെ ഉറച്ചിട്ട് നിൽക്കണ ചെളിയിൽ ഇങ്ങനെ കല്ല് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കില്ല, അതേപോലെ കേട്ടോ. മാറി നടക്കാം. പിടിഞ്ഞ് പിടിഞ്ഞ് വീണാലേ ചിരിച്ചിരിച്ച് ചെയ്യാണ്ട്. നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ആൻറ്റിലോപ്പ് കാനിയൻ കാണാൻ പോയില്ലേ, അതാ മൂട് വേറെ ആയിരുന്നു. ആ ഒരു റേഞ്ചിരിക്കണം പോകണ കാര്യങ്ങൾ. നൈസ് ഹൈക്കിങ് ആടാ പണിൻ്റെ. ഇന്നലെ കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്തായാലും. ഈ കാണാനൊക്കെ ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ അവിടെ ഉണ്ടോ. അതൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ വെള്ളം പോണൊരു ഏരിയ കൂടി നമ്മൾ കാണുന്നത്. ഓ ബാക്കിലേക്ക് നോക്കി വേറെ മൂടാ. ഇങ്ങനെ കുഞ്ഞത് വേണ്ട. ഇപ്പം ഇത് ഇങ്ങനെ പോയില്ലേ, ഇതേപോലെ കുഞ്ഞാണ് നമ്മൾ ഗ്രാൻഡ് കാനിയോൺ ഒരു പ്രതിഭാസം കാണണം കേട്ടോ. അതാണ് അതിൻ്റെ സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ വെള്ളം കൊണ്ട് ഹിറ്റായിട്ടുള്ള അമേരിക്ക എന്ന് പറയില്ലേ, അതാണ്. വെള്ളമാണ് എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് വരുന്നു കേട്ടോ നാച്ചുറൽ ബ്രിഡ്ജ്. വാവ്. നമ്മുടെ സ്പോട്ടിലേക്ക് അടുക്കാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക പ്രകൃതിയാൽ ഒരുക്കിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് മൂടി കൂടെ ഉള്ള അതിൻ്റെ സൈഡൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അടുത്തൊരു ഹെവി മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിഡ്ജൊക്കെ പൂട്ടാ വേറെ കാര്യം. എന്നാലും അതങ്ങനെ ഉറച്ച് നിൽക്കണം നോക്കിയാലേ. ഓരോ അത്ഭുതങ്ങൾ നേരിട്ട് കാണും നോക്കിയാലേ. തൊട്ടഴിഞ്ഞാൽ വീഴൊന്നുമില്ല, എന്നാലും ഒരു നല്ല പ്രശ്നം കല്ലായിട്ട് മിക്സ് ആയിരിക്കണം. കാരണം ഓടിച്ചാടി പൊട്ടി വീഴൊന്നുമില്ല കേട്ടോ. കനാലിൽ കൂടെ നടന്നു പോകണ വരിക, ഒരു കനാലിൽ കൂടെ നടന്നിട്ടാണ് ഈ കാഴ്ച കാണും കേട്ടോ. നോക്കിയാ കല്ലൊക്കെ കണ്ട. ഇതൊരെണ്ണം ചെറുത് വീണാലും നമ്മൾ പൂട്ടാ, അങ്ങനെയുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് മാറുക നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ. നമ്മളിങ്ങനെ നല്ല ലെവലിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടോ. ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കണ്ട ഈ ഒരു ഹോള് കാണാനാണ് അതിൻ്റെ ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അപ്പുറത്ത് തന്നെ ഒന്നെന്ന് പറയുന്നുണ്ട്, അങ്ങോട്ട് കയറുക. ഇതൊക്കെ ഓരോ വെള്ളച്ചാട്ടങ്ങളാന്ന് പറഞ്ഞിട്ട് കണ്ട വെള്ളം ഇങ്ങനെ സ്ട്രിപ്പായി വീണതിൻ്റെ പാടുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ട വെള്ളം ഇങ്ങനെ ചിലപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പൊക്കെ വീണ കേസോട്ടത് കണ്ട. ഐസ് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കില്ലേ നമ്മൾ മറ്റേ മഞ്ഞുമലയിൽ, അതേപോലെയാണ് മണ്ണ് കട്ട പിടിച്ചിട്ട് വെള്ളത്തിൻ്റെ ആകൃതിയിൽ അല്ലെങ്കിൽ വെള്ളത്തുള്ളിയുടെ ആകൃതിയിൽ മണ്ണ് കട്ട പിടിച്ച് കിടക്കുന്ന അത്ഭുത ദൃശ്യങ്ങൾ കേട്ടോ. ഒരു കല്ല് മണ്ണ് ലോകം. ചിലപ്പോൾ ഒരു കല്ല് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇതൊക്കെ ഇരിക്കണ്ട, ഒരു കല്ല് വീണെങ്കിൽ ഇതൊക്കെ വീട്ടാ. അപ്പോൾ അതൊരു പ്രതിഭാസമായിട്ട് എന്തായാലും.
ഫുള്ള് കല്ല് ചെളിയിൽ ഇങ്ങനെ പിരണ്ട് കിടക്കാന്ന് പറയില്ലേ, അതേപോലെ ഏട്ടാ. ഭൂമിയുടെ അടിയിൽ എന്തൊക്കെ നടക്കണമെന്നില്ലേ നമ്മൾ ലെയറായിട്ട് കാണുന്ന പോലെ ഏട്ടാ. ഒരു കുഴി വെച്ച് കിണർ പണിക്കാർ കണ്ട കാഴ്ചകൾ നമ്മൾ നേരിട്ട് കാണാം. കണ്ടത് വെള്ളം വീണ പാത്തുകളാണ്, അതിലൊക്കെ വെള്ളം വീഴൂട്ടാ. ഒരു ഫോട്ടോ എടുത്തിട്ട് വരുമ്പോൾ ഒരു കാര്യം ഇല്ലിച്ചാ. നമ്മുടെ അപ്പാപ്പനും ചേച്ചും മുകളിലേക്ക് നടന്നെത്തിയിട്ടാ. ചില്ലറ കളിയ അപ്പാപ്പ നമ്മളെ വെറുതെ തെറ്റിദ്ധരിച്ചു. ചക്കൻ എന്നെ കളയും കൊണ്ടിട്ടാ. ആ ചേച്ചി ഉണ്ടല്ലോ നേരത്തെ അവിടെ കയറിയിട്ട് അടിയിലേക്ക് ഇറങ്ങി എത്ര ദൂരം ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. ആ ചേച്ചി അപ്പാപ്പനെയും കൊണ്ടിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുക. നമ്മുടെ അപ്പാപ്പനെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിച്ചിട്ട് അപ്പാപ്പനെ ചേച്ചി വന്നപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് നമ്മൾ ഈ മായലോകം അടുത്ത ജീവിതത്തിൽ ഇനി കാണാൻ പറ്റുമെന്നറിയില്ല. ആ ലോകത്ത് നമ്മൾ വീണ്ടും പോവാട്ടാ. നടന്ന് തപ്പിത്താനിക്ക് എടുക്കണോട്ടാ. അപ്പോൾ നമുക്ക് അവിടെ വെള്ളം കാണാട്ടാ. കുറേ നേരം നമ്മൾ വെള്ളം തപ്പി തന്നിട്ട് കണ്ടിരുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം കണ്ടു. ആ മലയാള ഷെയ്ഡൊക്കെ നമുക്ക് വെള്ളത്തിൽ കാണാൻ പറ്റും. എനിക്ക് വേണം അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ആ ഭാഗത്തേക്ക് ഇനി നമുക്ക് ഹെഡ് ചെയ്യേണ്ടതെന്ന് കൊണ്ടിട്ടാ. നമുക്ക് പതുക്കെ നമ്മുടെ വഴി അടുത്ത വഴി പിടിക്കാട്ടാ. എന്തായാലും പോയില്ലെങ്കിൽ മിസ്സായനല്ലേ, അടിപൊളി കാഴ്ചയായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായി. ഞാൻ ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയ്ക്കും ഭീകരം പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജിയോഗ്രഫിക്കലി ഇത് കാണുമ്പോഴേ ഒരു നമ്മൾ എന്തൊക്കെ പഠിക്കണ പോലെ തോന്നുന്നുണ്ടാ. നമ്മളത് ഭൂമിയുടെ പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായിട്ട് കാണുമ്പോഴേ അതിനൊരു അറിവുണ്ട് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണു. അയ്യോ അടുത്ത സ്റ്റോപ്പ് നമ്മൾ പിടിച്ചിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് മാപ്പ് ഓഫ്ലൈൻ മാപ്പ് ഓണാക്കണം. ഓ എന്താ കാഴ്ച അല്ലേ. കാഴ്ചയുടെ വസന്തം തേടിയിട്ടുള്ള യാത്ര ട്രാവലിസ്റ്റിലെ തുറന്നു. ശരിക്കും പറഞ്ഞ ഇവിടെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിന്ന് ഫാമിലിക്ക് ആയിട്ട് വരാണെങ്കിൽ ക്യാമ്പ് ചെയ്ത് സമാധാനമായിട്ട് പോകാം. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭൂലോകമായിട്ട് യാതൊരു ബന്ധമില്ല. ഷൂട്ടിങ്ങും വണ്ടി ഓടിക്കലും ഡ്രൈവിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ ക്യാമ്പിങ്ങും കിടപ്പും കൂടിയൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ എല്ലാം കൂടി നടക്കണ്ടേ. അപ്പോൾ അതൊരു എന്നിട്ടും ഞാൻ എനിക്ക് തരാവുന്നതിൽ ഏറ്റവും മാക്സിമത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് ഒരു 1-2 സ്ഥലങ്ങൾ കണ്ടിട്ട് ഡെത്ത് വാലിയിൽ നമ്മൾ തിരിച്ചു പോകും. ഇനി നമ്മൾ വേറൊരു വേൾഡിലേക്കാണ് നമ്മൾ പോണത്. അത് എന്തായാലും നമുക്ക് നോക്കി കാണാം. ഞാൻ എക്സൈറ്റഡാണ്. നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ഭൂമിയുടെ വണ്ടർ തേടിയിട്ട് പോവാട്ടോ. അധികം ദൂരില്ല ആ വണ്ടർ തേടാനായിട്ട്. നമ്മൾ വെച്ച് പിടിക്കണം. കമ്മോണ്ടറാ അങ്ങനെ നമ്മള് ബാഡ് വാട്ടർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ മലയാര ഇടുക്കിലും മലയാര സൈഡിലുള്ള കാഴ്ചകളും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തണം കേട്ടോ. നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ പതുക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട് കേട്ടോ. നമുക്ക് പതുക്കെ നമ്മുടെ അടുത്ത ദൃശ്യ വിസ്മയത്തിലേക്ക് കിടക്കാം. ഇതിനുള്ളിൽ നമുക്ക് വെള്ളം കൂടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. ആദ്യം നമുക്കൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ടൊന്ന് മൂത്രമൊക്കെ വെച്ചിട്ട് പോകാം. ഇവിടെ നമുക്ക് വഴിയിൽ മൂത്രം വയ്ക്കാൻ പറ്റില്ലേ, പണിയുണ്ട്. ഡെത്ത് വാലിയിൽ നമ്മള് അമേരിക്കയിലത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ലോവസ്റ്റ് പോയിന്റും ജിയോഗ്രഫിക്കലി എവിടേക്കാണ് ലോവസ്റ്റ് പോയിന്റ് എന്ന് ശരിക്കും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചിട്ടാ. നമ്മുടെ വേൾഡ് മാപ്പ് കാണുമ്പോൾ നമുക്കൊരു ഹര ഉണ്ടല്ലോ. ഏത് അപ്പൊ ഇതില് നമ്മൾ നിൽക്കുന്നത് ബാഡ് വാട്ടർ ബേസിനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡെത്ത് വാലിയാണ് 85.5 മീറ്റർ താഴ്ചയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെയാണ് നിൽക്കുന്നത്. സോൾട്ടൺ സീ കാലിഫോർണിയ ഇവിടെയും 69 മീറ്റർ ഉണ്ട്. നമ്മൾ വന്ന ഏരിയ സൈഡിലാണ് ഈ രണ്ടും നിൽക്കുന്നത്. പിന്നെ പറഞ്ഞുള്ളത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലാണ്. അപ്പൊ അമേരിക്കയില് ആകെ കൂടിയിട്ട് നോർത്ത് അമേരിക്കൻ സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ആകെ കൂടിയിട്ട് ഈ ഏരിയ ഡെത്ത് വാലിയാണ് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ സ്ഥലം. ഇതിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് എല്ലാം കാണുന്ന പോലെ ഡെഡ് സീ ആണ്. ജോർദാനിലാണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കേട്ടോ ഭൂമിയിലത്തെ. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ ഭൂഖണ്ഡങ്ങളിലും ഏഷ്യയില് തുർക്ക്മെനിസ്ഥാനിലുണ്ട്, കസാക്കിസ്ഥാനിലുണ്ട്, ചൈനയിലുണ്ട്, പിന്നെ ഉള്ളത് ജോർദാനിലാട്ടാ. ഓസ്ട്രേലിയയിലുണ്ട് ഒരു 15 മീറ്റർ ഒക്കെ കൗണ്ട് ചെയ്യൂലേ. 15 മീറ്ററിലും ലോവസ്റ്റ് പോയിന്റ് ഉണ്ട്. അപ്പൊ വേൾഡ് മാപ്പിൽ തന്നെ നമ്മുടെ നോർത്ത് അമേരിക്കയില് ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദി നോർത്ത് അമേരിക്കയാണ് നമ്മളിപ്പോ നിൽക്കണ ഈ ഡെത്ത് വാലി കേട്ടോ. സൗത്ത് അമേരിക്കയിലുണ്ട്. സൗത്ത് അമേരിക്കയിലെ പെനിൻസുല, അർജന്റീനയില് നമ്മളെ ബ്യൂണസ് ഐറസിന്റെ അടിയിലൊക്കെ ഉണ്ട്. നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് അന്റാർട്ടിക്കയിലേക്ക് പോയിട്ടോ. അപ്പൊ നമ്മുടെ ഇനി അടുത്ത യാത്ര ഇവിടുന്ന് ഇങ്ങനെ കയറി ഈ പോയിന്റ് വരെ കേട്ടോ. പാനമേരിക്ക. അപ്പൊ വേൾഡ് മാപ്പ് കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ എന്താ പറയാ ഹോട്ട് വാലി എന്നും കൂടി പറയാലോ. ഹോട്ട് വാലിയുടെ നമ്മൾ അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന സ്ഥലം കൂടിയാട്ടാ നമ്മുടെ ഡെത്ത് വാലി. അപ്പൊ അതിൽ നമ്മൾ ഓരോ മാസത്തിൽ ഇവിടുത്തെ ടെമ്പറേച്ചറാണ്. ഹോട്ട് എന്ന് പറയുന്നത് ജൂലൈ ഡെത്ത് വാലിയിൽ വന്നാണ്ടല്ലോ
ചിരിച്ച് വയ്യാണ്ടാവും കേട്ടോ. മാക്സിമം വന്നിരിക്കുന്നത് 57 ഡിഗ്രിയാണ് ജൂലൈ മാസം വരുമ്പോ ഇത്തിരി AC കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്, ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതിൽ പറയണത് ഇവിടെ അവരുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ വായിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ അങ്ങോട്ട് നടക്കാം. അവിടെ ഈ വെള്ളത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന കുറച്ച് ഷോട്ടുകൾ എടുക്കാണ്ട്, അതിന് ഏറ്റവും ഹൈലൈറ്റ് ഷോട്ട് ഈ ഒരു ഏരിയയിലത്തെ കണ്ട. ഇവിടെ വെള്ളവും നേരത്തെ കണ്ട ഉപ്പ് തടാകമൊക്കെ ഒരുമിച്ചായി എങ്ങനെ ഉണ്ടാവും, അതിനോടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ഫ്രഷായി നമുക്ക് പതുക്കെ നടക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ കടൽപ്പുറ്റ്, അതിന്റെ ചെറിയ വർഷം നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നടന്നു പോയാണ്ടല്ലോ, അവിടെ ഒരു നദിയുണ്ട്. ആ നദിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ മലയുടെ ഭംഗി മൊത്തം ആ നദിയിൽ കാണാന്നാണ് പറയണട്ടാ. സൂര്യേട്ടൻ അനുവദിക്കും വേണട്ടാ. ചെക്കൻ്റെ വെളിച്ചപ്രകാരമായിരിക്കും വിഷ്വൽസിന്റെ കടുപ്പട്ടാ. എടുക്കുന്ന തോറുണ്ടല്ലോ വേറൊരു ലോകത്തേക്ക് നമ്മൾ പോണട്ടാ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴും നമുക്ക് വലുതായിട്ടൊന്നും വലിയ കാഴ്ചകളൊന്നും തോന്നുന്നില്ലല്ലോ. പക്ഷെ അവിടെ എത്തുമ്പോഴില്ലേ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് ആൻഡ് സീ. ഇപ്പം ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ട് നമ്മുടെ ചെറുതായിട്ട് നടക്കാണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോഴാണ് അതിന്റെ ഭംഗി നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പോണത് കേട്ടോ. അങ്ങനെ ആ റിഫ്ലക്ഷൻ വന്നോട് കൂടിയിട്ട് കളി മാറിയതാണ് മക്കളെ. ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഏതാ അറ്റ്മോസ്ഫിയർ. ഇത് കല്ലുപ്പാണ് നമ്മളത് കല്ലുപ്പാണ് കാണട്ടോ. നാശാവലിച്ചരാ. ഇപ്പൊ തടാകത്തിൽ നമ്മൾ കളിക്കണടാ. ഓ എന്തൊക്കെ ഷോട്ട് സാധനപ്പാ. റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുമ്പോ ഏതാ മൂടല്ലേ. പിന്നെ ഈ ഉപ്പ് തടാകങ്ങളിലൊക്കെ ഏതൊരു മറയത്ത് അമേരിക്ക ഡയമണ്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അങ്ങനത്തെ ഒരു കഥയും കൂടിയും ഇവിടെ ഓടുന്നുണ്ടാ. ഈ വെള്ളത്തിന്റെ അങ്ങോട്ട് നീങ്ങി പോയാണല്ലോ, നമ്മളവിടെ പോയി നിൽക്കുകയാണെങ്കിൽ റിഫ്ലക്റ്റ് ആവും. നമുക്ക് ക്യാമറ പിടിക്കാൻ പറ്റാൻ ആളില്ലാത്ത കാരണം നമുക്ക് അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഓരോ സ്ഥലത്ത് എൻഗേജാണ്. ഇനിയിപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ചിലപ്പോൾ അവരുടെ ഫ്രെയിം അങ്ങനെ പൊട്ടാനും പാടില്ല. അത് കാരണം നമുക്ക് അവിടെ ആ ഒരു ഷോട്ട് എടുക്കാൻ പറ്റില്ല. എന്തായാലും ആ ഒരു മായ കാഴ്ച നമ്മൾ കണ്ട് പതുക്കെ സോൾട്ടിലേക്ക് പതുക്കെ പോവാട്ടോ. അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കേട്ടാ. ഉപ്പല്ല കേട്ടോ, ടെക്സിലെ വേറെ ലെവല്. നമുക്കിന്ന് ചെറിയ വിശ്വാസത്തിന്റെ കുറവുള്ളതെന്ന് പറഞ്ഞാലേ സൂര്യൻ ഇത്തിരി മങ്ങി നിൽക്കാം. സൂര്യേട്ടൻ കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും ആ വിഷ്വൽ ഉണ്ടെന്നാണ് പറയണം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഒരു കാഴ്ച നേരിട്ട് കണ്ടുല്ലോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കപ്പിത്താനും കൊണ്ടുണ്ടല്ലോ നമ്മൾ അടുത്ത വേൾഡിലേക്ക് പോകാം. അമേരിക്കയുടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്ത തവണ വരുമ്പോൾ നമുക്ക് വേറെ റൂട്ട് വേണമെങ്കിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാം. നമ്മളിപ്പോൾ ഡെത്ത് വാലിയിൽ നിന്ന് തിരിച്ച് നമ്മൾ സെക്കോയ നാഷണൽ പാർക്കിലേക്ക് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സെക്കോയ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇനി കപ്പിത്താനെ കയറ്റാൻ പോണ്. എന്തായാലും വേറൊരു വേൾഡിലേക്ക് നമ്മൾ പോകണം കേട്ടോ. നമുക്കിനി നേരെ കപ്പിത്താനിന് പോയി എത്ര ദൂരം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ നിന്ന് റേഞ്ച് കിട്ടണ വരെ നമ്മൾ ഓടിച്ചു പോകണം. ഒരു 3G കിട്ടും. നമ്മൾ ഇന്നലെ താമസിച്ചെടുത്ത് 3G കിട്ടും ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ പോയി നമുക്ക് മാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനായിട്ട്. എന്തായാലും അമേരിക്ക തേടിയിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് ടു നോർമലായിട്ടാ. ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പ് കയറിയായിരുന്നേ ഷൂ പെട്ടെന്ന് നാശാവും. അങ്ങനെ പ്രശ്നം കേട്ടോ. ഷൂ നമുക്കിന്ന് രാത്രി കഴുകണം കേട്ടോ. അത് പിടിക്കാം നമുക്ക്. പിടിക്കാം നമുക്ക്. ലോങ് റൂട്ടാവും. നമുക്ക് ആദ്യം റേഞ്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് പോകാൻ. മോൻ എന്തായാലും സ്വല്പം ടയർഡായാലുണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല. ഡെത്ത് വാലി ഞാൻ വിചാരിച്ചേക്കാൾ അടിപൊളി എനിക്ക് എടുക്കാൻ പറ്റി. നിങ്ങളെല്ലാവരും അഭിപ്രായം വേണ്ടിയിൽ കമന്റ് ചെയ്തോളൂ. നമുക്കിനി നേരെ റേഞ്ചുള്ള സ്ഥലത്തേക്ക് എത്തലാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ടാസ്ക്. അവിടെ നിന്ന് വേണം നമുക്കിനി സെക്കോയ നാഷണൽ പാർക്ക്. ഇനിയുള്ള ടെറേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഹോട്ടസ്റ്റ് പ്ലേസ് ഒന്നല്ല, ഇനി കോൾഡസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ പോണത്. സ്വല്പം ഡേഞ്ചറും ഐസും ഒക്കെ ഉള്ള ഒരു ഏരിയ കൊണ്ട് നമ്മളിൻ്റെ അടുത്ത് കടക്കാൻ പോണത്. സെക്കോയ കഴിഞ്ഞിട്ടോ സെക്കോയ്ക്ക് മുമ്പോ എനിക്ക് റൂട്ടിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകണു. നമുക്ക് പോണ വഴിക്ക് നോക്കാം എന്തൊരു അവസ്ഥ എന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് നേരത്തെ ഇന്ന് തുടങ്ങി നന്നായി. നമ്മൾ 2 മണിയാകുമ്പോൾ ഒരു ഇതൊക്കെ തീർന്നുണ്ട്. എങ്കിലും നമുക്കൊരു 4 മണി 5 മണി 6 മണി വരെ ഓടിക്കാം. 4 മണിക്കൂർ ഓടിക്കാം. പോണ വഴിക്ക് എന്തെങ്കിലും ട്രക്ക് സ്റ്റോപ്പോ എവിടെയെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും നോക്കാം. എന്തായാലും നമ്മൾ ഫോർവേഡ് ചെയ്യണു. ഇനി ഇവിടുന്ന ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറത്തെ റൈഡ് നമ്മുടെ മിസ്സാവും. അപ്പൊ നമ്മൾ ഇനി വെച്ച് പിടിക്കണു. രാത്രി എവിടെയെങ്കിലും നമുക്ക് പാർക്കാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ആവും. പെട്ടെന്ന് ട്രൈ ആവുന്നുണ്ട്. വെള്ളം കൂടി അതേപോലെ കുടിച്ച് കയറ്റണം, അല്ലെങ്കിൽ പണിയാട്ടാ. ഇത് ഹോട്ടസ്റ്റ് പ്ലേസും ഡ്രൈയസ്റ്റ് പ്ലേസിന് തിരത്തൊക്കെയാണ് വേണമെങ്കിൽ പറയുന്നതിന്. അത് കാരണം നമ്മൾ പെട്ടെന്ന് ബോഡി നമ്മുടെ ഡൗൺ ആവും. നമ്മൾ വെള്ളം കുടിച്ച് നിൽക്കണം. നിങ്ങൾ ആര് വരികയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടി ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതൊക്കെ പറയണെങ്കിലും ഉണ്ടല്ലോ വെള്ളം കുടിക്കണ്ടാ. 1 ലിറ്റർ 1.5 ലിറ്റർ 1.25 ലിറ്റർ വെള്ളം കുടിച്ചു നമ്മള്. ശരിക്കും പറഞ്ഞാൽ 3-4 കുടിക്കണം. രാത്രി നമുക്ക് 2-2.5 ഒപ്പിക്കാം. നമുക്ക് ഡോക്ടറെ കയ്യിലായാലും നമ്മളിനി അത് ചെയ്തേ പറ്റൂ. നമ്മളിനി എന്തായാലും 25 കിലോ കുറച്ചിരിക്കും. 2 മാസം
3 മാസമാക്കല്ലേ, 3 മാസം കൊണ്ട് 25 കിലോ പറ്റും, പറ്റാണ്ടിരിക്കുക. അത്താണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഈ കായൽ കയവും കരയും ആരുടേതുമല്ലൻ മകനേ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുറുവങ്ങൾ പരകാല പരദൈവങ്ങൾ കുലയാടികൾ നമ്മളുമൊപ്പം. തനനന്നന തന്നനാനേ തനതന്നന തന്നാനേ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 മണിക്കൂറുണ്ട് സെക്കോയ നാഷണൽ പാർക്കിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളുള്ള നാഷണൽ പാർക്കിലേക്ക് നമ്മൾ പോവാണ്. ആ പാർക്കിൽ മരങ്ങളുടെ ഉള്ളിൽ കൂടെ കപ്പിത്താനെ കൊണ്ടുപോകണമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ആഗ്രഹം. അറിയില്ല എന്തിനാണ് അവിടെ എന്നുള്ള കാര്യം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ള സെക്കോയ മരത്തിനെ നമ്മൾ തൊട്ടറിയാൻ പോവുക, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പോവാണ്. ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇതിനെ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ മാക്സിമം എടുക്കുക. പരമാവധി എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പോണത്. ഡെത്ത് വാലി അതിന്റെ പീക്ക് നമ്മൾ അടിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അവിടെ നിന്ന് സെക്കോയ അടിച്ചു കഴിഞ്ഞാൽ ലേക്ക് താഹോന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. അതിനുള്ളിൽ ഇൻ ബിറ്റ്വീൻ നാഷണൽ പാർക്ക് ഉണ്ട്. ലേക്ക് താഹോ ഇപ്പോൾ പോണ വഴിയിൽ മഞ്ഞ് വീഴ്ചയൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട്. വണ്ടിയിൽ സ്ലിപ്പായിട്ട് പോണതും ഐസിൽ ബ്ലാക്ക് ഐസിൽ പോണതൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ സാൻ ഫ്രാൻസിസ്കോ പോവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിയാറ്റിലേക്ക് വെച്ച് പിടിക്കണം കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഡ്രൈവ് സീനിക് ഡ്രൈവിന്റെ ഒക്കെ പീക്ക് ലെവൽ അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ പോയ സാൻഡ് ഡ്യൂൺസ് നമ്മുടെ റൈറ്റ് സൈഡിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥലം ഏകദേശം അടുക്കാറായി. എല്ലാം ഒരു പ്രത്യേകതകൾ അല്ലേ, എന്തോരം പ്രത്യേകതകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഡെത്ത് വാലി നമുക്ക് വേണ്ടി ഒരുക്കണമെന്ന് അറിയും. എന്തായാലും നിങ്ങൾ അമേരിക്കയിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ ഡെത്ത് വാലി. അപ്പം നമുക്കിവിടെ വണ്ടി എടുക്കാം. പെട്രോള് ഒരു ഏകദേശം 3/4 ടാങ്ക് ഉണ്ട്. അപ്പം 5 രൂപ 4.40 പൈസയാണ് ഇവിടെ പെട്രോളിന്. അപ്പം നമ്മൾ അത് കാരണം നമ്മളിവിടെ ഇനി ഇപ്പോൾ തൽക്കാലം പെട്രോൾ അടിക്കണില്ല. പോണ വഴിക്ക് ഒരു 4 രൂപയെങ്കിലും കാണുമ്പോൾ അടിക്കാന്നുള്ളൊരു പ്ലാനിലാട്ടോ. ചായ കുടിക്കാം ആദ്യം. ഭയങ്കര ക്ഷീണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ അവിടെ നിർത്താലോ. Turn left onto California 190 West, then turn right onto Cottonwood Canyon Road. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഫ്രീ ആയിട്ട് എല്ലായിടത്തും കിട്ടേ. നമ്മളിൽ കുറച്ച് ജിമ്മിച്ച കാപ്പി പൊടി തന്നു, ഹെർബൽ ടീ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ ഇടാം. കുറച്ചുകൂടി വെള്ളം വെച്ചിട്ടേ, നല്ല ചൂട് വെള്ളം കേട്ടോ. വീഴരിക്കട്ടെ കൂട്ടാ, വീണാ പോയിട്ടാ. ഹെവി ഡ്രൈവാ. 5 മണിക്കൂറാണ് നമ്മുടെ ഡ്രൈവ് വരണേട്ടാ. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഹെർബലാണെന്ന് ഹെർബലല്ലേന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അറിയാട്ടാ. കുറച്ച് വെള്ളം ഒഴിച്ചാലേ നല്ല ചൂടിന് തോന്നുന്നു. ഈ കുപ്പി നമ്മൾ ഫുള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഇന്ന് 2.5 ലിറ്റർ ആവട്ടെ വെള്ളം. അപ്പോൾ 2.5 ലിറ്റർ വെള്ളം നമ്മളിന്ന് ഇത് കുടിച്ച് തീർക്കണം എങ്ങനെയെങ്കിലും സാധനപ്പോൾ. 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഓവർ ചെയ്യാം. അതിന് മുമ്പ് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാല്ലേ? അതെ അതെ, ഞാൻ അതിന്റെ ഉള്ളിൽ ഉണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ രാവിലെ ഇതൊക്കെ കണ്ടിട്ട് ആ 2 സ്റ്റോപ്പും കണ്ടിട്ട് നേരെ സെക്കോയയും കഴിഞ്ഞിട്ട് യോസമിറ്റിയിൽ എത്താലോ. യോസമിറ്റിയിലേക്ക് എത്താം. അപ്പൊ ആദ്യം സെക്കോയ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഞാൻ ഈ റെഡ് റോക്ക് കാനോൺ സ്റ്റേറ്റ് പാർക്കിന്റെ അവിടേക്ക് ഞാൻ ഇപ്പോൾ വിട്ടിട്ടുണ്ട് 2.5 മണിക്കൂർ കൊടുക്കുന്നത്. അപ്പൊ അവിടെ എവിടെയും നമുക്ക് ഒതുക്കാം അല്ലേ? അതെ അതെ അതെ, അതിന് തൊട്ടടുത്ത് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ അപ്പൊ ഞാൻ ഇവിടുന്ന് വിടണം കേട്ടോ. പെർഫെക്റ്റ്, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ലിജിൻ ചേട്ടനെ വിളിച്ചേട്ടാ. ലിജിൻ ചേട്ടൻ്റെ നമ്മൾ സാൻ ഫ്രാൻസിസ്കോ കാണും. പുള്ളിയാണ് ഇങ്ങനത്തെ റൂട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ പുള്ളിയുടെ അഡ്വൈസിന് നമ്മൾ റൂട്ടുകളിൽ ചോദിക്കണം കേട്ടോ. ബീഫ് സ്റ്റിക്ക് നമ്മുടെ ഉണ്ട്. ഇത് നോ കലോറിയാണ്. അപ്പൊ നമുക്ക് കഴിക്കേണ്ട കുഴപ്പമില്ല. ഡോക്ടർ ഇടയ്ക്കൊരെണ്ണം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ ഇതും കൊണ്ട് അങ്ങനെ പോവാട്ടോ. ഈ മുമ്പിലത്തെ ബിൽഡിങ്ങിൽ സ്റ്റോർ ഇതൊരു സിനിമകളിൽ കാണുന്ന പോലെ ഒരു പഴയ ഓൾഡിഷ് മൂടാണ്. അപ്പൊ ഇതൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തന്നെ മറക്കില്ല ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം. കാരണം ഇത് ഒരു നല്ലൊരു ഓർമ്മകൾ കിട്ടിയൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വെച്ച് പോവണം. ഓക്കെ, താങ്ക് യു. ഒപ്പം തന്നെ ഈ ചെടികളൊക്കെ വെച്ചിരിക്കണം കാണുമ്പോഴേ അടക്കടക്ക് പോലെ വെച്ച് പിടിപ്പിച്ച പോലെ തോന്നണേട്ടാ. എന്തുട്ടാ രസം.
അതുമല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ കപ്പിത്താനും പോവാ. എന്താ വിഷ്വൽസ്, എന്ത് ഭംഗിയാണെന്നറിയും. ഇതാണ് നമ്മൾ പറഞ്ഞ ഡെത്ത് വാലിക്ക് ഓരോ സ്ഥലത്ത് ഓരോ ഭംഗി ഇങ്ങനെ മാറി മറിഞ്ഞും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ വരുമ്പോൾ പാർക്കിലേക്ക് പോകാനുള്ള ധൃതിയിൽ നമുക്ക് ഈ സൈഡിൽ ഡ്രോൺ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നാഷണൽ പാർക്കിന്റെ ബോർഡ് നമ്മൾ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഡ്രോൺ ഇട്ടത്. എന്തൊക്കെയാണെങ്കിലേ ആകാശ ദൃശ്യങ്ങളുടെ ഭംഗി വേറെ ഒന്നിനും കിട്ടില്ല കേട്ടാ. അതും ആ കപ്പിത്താൻ ആ റോട്ടിൽ കൂടെ പോണ രംഗങ്ങൾ കാണാനായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ. ഈശോ, വണ്ടി ഇടിച്ചു നോക്കിയ വണ്ടി മറഞ്ഞു പോയി കേട്ടോ. ഈശോ, പോവാൻ പറഞ്ഞിട്ട് പോലീസുകാർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലട്ടാ. ഭയങ്കര ലിസ്റ്റാ. കണ്ണീർ പൂ പാടുമ്പിക്കും അപ്പകടാണ് ലയിച്ചട്ടാ. ഭയങ്കര ഇടിയായിട്ട് ഇരിച്ചാ. വണ്ടി ഫുള്ളായിട്ട് ഫ്ലിപ്പായി. ഓടിച്ചാൾക്ക് വല്ലാണ്ടൊന്നും പറ്റിയില്ല എന്ന് കൊണ്ടിട്ടാ. 2 ബാഗ് പുറത്തേക്കിട്ട് ആള് പോലീസുകാരുടെ പുറത്താൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടമാണ് ശരിക്കും പറഞ്ഞാൽ കിരീടട്ടാ. വേറെ ഒന്നല്ല, ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിച്ച് പോണ നേരത്ത് ഒരു നിമിഷ നേരം കൊണ്ട് അവന്റെ ജീവിതം തന്നെ മാറി മറിയണം. അത് എത്രയോ പ്രതീക്ഷകളിൽ നിന്നാണ് ആ സാധനം താഴ്ത്തിക്ക് വന്നെന്ന് ആലോചിക്കുക. എൻ്റെ ഫേവറേറ്റ് പടങ്ങളൊന്നാണ് കിരീടം. അത് എടുത്തു പറയാൻ സംഭവമാണ്. ശരിക്കും ഈ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കും ആ ഒരു പടത്തിനെ കൊണ്ടുവന്നിട്ടാ. ഓ, ലാലേട്ടനൊക്കെ അതല്ലേ ലെവലല്ലേ. ഇവിടുത്തെ ഒരു ഭൂപ്രദേശത്തിന്റെ നിങ്ങൾക്ക് സ്റ്റൈല് ഏകദേശം കിട്ടിണ്ടാവില്ലേ. വേറൊരു ലെവല് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇതേപോലത്തെ ടെറൈനുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഭൂമിയുടെ ഓരോ പ്രതിഭാസങ്ങളെ. ആ ചെടികൾ നിൽക്കണതേ വെച്ച് പിടിപ്പിച്ച പോലെയാടാ നിൽക്കണത്. ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് നല്ലൊരു വിഷ്വൽസ് കിട്ടി. ഈവനിങ്ങിന് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഡെത്ത് വാലിയുടെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ തൊട്ട് നമ്മൾ ഡെത്ത് വാലിയുടെ ബോർഡ് കടന്നുള്ളൂ. എന്തായാലും സൂര്യേട്ടൻ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണു, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അലക്കിക്കൊണ്ടിരിക്കണു. നമുക്കിനി 1 മണിക്കൂർ 40 മിനിറ്റാണ് നമ്മൾ ഏകദേശം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് വെച്ചടിക്കണ്. ഡെത്ത് വാലിയുടെ അടുത്ത പീക്ക് നമ്മൾ അടിച്ചു. ഫുള്ള് ട്രെയിനില് ഉപ്പ് ശേഖരിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. കണ്ടിട്ട് ഫുള്ള് പ്ലാന്റാണ്, ഉപ്പിന്റെ പ്ലാന്റ് നമ്മൾ കാണുന്നത്. ഇന്നലെ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് ഫുള്ള് പ്ലാന്റും മറ്റേ അവരുടെ ടാങ്കുകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണ്ട. ഉപ്പിന്റെ ഫാക്ടറിയിൽ ഉപ്പ് ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഫുള്ള് ഉപ്പ് കുന്നു കൂട്ടിയിട്ടുണ്ടോ? എന്താ കളറിങ് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഫാക്ടറി വിട്ട് നമ്മൾ പോവാട്ടോ. സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കടാ. ആകാശം നമ്മളെ നോക്കി ചിരിച്ച് നിക്ക. നോക്കിയ നിങ്ങള്. ഓ സാൻഡപ്പാൻ കാഴ്ച ചേട്ടത്. പ്രകൃതി എന്ന് പറയണത് വെറുതെ ഒന്നല്ലടാ. എന്താല്ലേ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിച്ച് നിക്ക. ഗോൾഡ് കളർ, വേറൊരു കളർ ഒന്നും പറയാൻ പറ്റില്ല. ഗോൾഡ് തന്നെയാടാ. അതിന്റെ മുകളിൽ നമ്മുടെ ജിമ്മിയേട്ടൻ പറഞ്ഞ കാർമേഘം കണ്ട. ആ കാർമേഘത്തിന്റെ ഉള്ളിൽ കൂടെ ഫ്ലൈറ്റ് പോയി ചിരിച്ച് വയ്യാണ്ട വന്ന് പറയണ ജിമ്മിയേട്ടൻ. ആ കാർമേഘത്തിന്റെ ഒരു ഷേപ്പ് നോക്കി നിങ്ങള്. എന്റെ കണ്ടുകൊണ്ടല്ല ഞാൻ കാണണ. ഈശ്വര, ജസ്റ്റ് അവസം. ഒരു 5 മിനിറ്റ് കാണിക്കും, എന്നിട്ട് പോവാം. നിക്കവിടെ രസമുണ്ട്. ഒരു കുളിർമാന്ന് പറയില്ലേ. നമുക്കപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോവാം. ഇനി തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂര്യനെ കാണില്ല. സൂര്യേട്ടൻ അതൊക്കെ ഓഫ് ആവും. അപ്പോൾ നമുക്ക് റൈറ്റ് തിരിയാം. നമുക്ക് ചെറുതായിട്ടൊരു ട്രെയിനിങ് വന്നിട്ട് ഇടയ്ക്ക്. നമ്മുടെ പുതിയ വഴിയാന്നുണ്ട് ഈ സാധനം. അല്ല, സൂര്യൻ നമുക്ക് വേണ്ടി മാറി നിൽക്കാൻ നോക്കുക. ഗോൾഡിന്റെ കളർ മാറിയിട്ടാ. ഇപ്പൊ ചോപ്പിലേക്ക് കിടന്നു. മേഘങ്ങള് ചോപ്പിന്റെ മൂട് പിടിച്ചുടാ. സൺസെറ്റ് കണ്ടിട്ടില്ലട്ടാ.
ഭയങ്കര സൺസെറ്റ് ആയാലും ലൈറ്റ് ഓൺ അല്ലേ, ലൈറ്റ് ഒക്കെ ഓണാട്ടാ. ലൈറ്റ് ഒന്നും കാണാനില്ല, അവിടെ നിന്ന് ലൈറ്റ് അടിച്ചിട്ടേ ഒരു രക്ഷയില്ല. വേറെ ലെവല് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ഞാൻ എത്ര അധികം നേരം നിങ്ങളെ സൺസെറ്റ് കാണിക്കുന്നത് ആദ്യമായിട്ടാ. ഇതിന് മുകളിൽ ഞാൻ കണ്ട, എൻ്റെ ഓർമ്മയിലില്ല ഞാൻ ഇതിന് നല്ല സൺസെറ്റ് കണ്ടത്. സൺസെറ്റ് എന്ന് പറഞ്ഞാൽ കളറിങ് ഭയങ്കര കളറിങ് ആയിട്ടാ. ഇങ്ങനെ കെടുക്ക, റോഡ് കെടുക്ക, സൂര്യസ്തമിക്കുക, എന്തിട്ടാ ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. സോളോ ട്രിപ്പ് ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. സത്യം പറയാലോ, എൻ്റെ പെണ്ണും കുട്ടികളും ഫാമിലി ഒന്നും ഇല്ലാത്ത എൻ്റെ വിഷമം മാത്രം എൻ്റെ മുമ്പിലുള്ളൂ. ബാക്കി ഞാൻ ഈ ട്രിപ്പ് വേറെ ലെവലിൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ. ട്രാവലിസ്റ്റിലേ ഇങ്ങനത്തെ കാഴ്ചകളാണെന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കണതാണ് നമുക്ക് ദൈവം തരാമെന്ന് വലിയൊരു ഉദാഹരണമാണ് ശരിക്കും. നമ്മളെപ്പോഴും വിചാരിക്കും നല്ല വിഷ്വൽ തരണേ, നല്ല സ്ഥലം കാണിക്കണേ. അപ്പൊ അതിന്റെ പീക്ക് ദൈവം കാണിച്ചു തരും. ഭയങ്കര സംഭവമാണ്. ഈ പ്രകൃതിയും ദൈവം കൂടിയിട്ടുണ്ടല്ലോ, നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇത് നിങ്ങൾ നിർത്തി പോകുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അത് ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്തിട്ട് മുമ്പിൽ കാണണെന്ന് ആലോചിക്കണേ ഞാൻ. ഇനി നമുക്ക് അധികം നേരമില്ല, 26 മിനിറ്റ് കൊണ്ട് നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും. പിന്നെ അവിടെ നമ്മൾ സെർച്ച് ചെയ്യണം. ഇപ്പൊ റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നെറ്റ്വർക്ക് കിട്ടുമോ നോക്കാം നമുക്ക്. അപ്പൊ സൺസെറ്റ് ഒരു ഇതായുണ്ട്. സൂര്യടൻ നാളെ കാണാം. സെക്കോയ മരത്തിന്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ നോക്കുമ്പോ ഉദിച്ചു വന്നോട്ടാ. നാളെ സെക്കോയയുടെ സൈഡിൽ നിന്നിട്ട് സൂര്യൻ നമ്മൾ കാണാൻ പോണേ ചെക്കൻ. അങ്ങനെ പറഞ്ഞു പിടിച്ച് സൂര്യന്റെ പതുക്കെ പോയി. നമ്മൾ പറഞ്ഞ ഏരിയയിലേക്ക് ഇനി 13 മിനിറ്റ് യാത്ര ഉള്ളോ. പക്ഷെ നമുക്കിന്ന് കെടുപ്പും കൂടി ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കണം എവിടെയാണ് നമുക്കിനി ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റാന്ന്. ഇവിടെ പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നാലും എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കണു. ആണെങ്കിൽ പെട്രോള് ഭാഗമായിട്ടുണ്ട്. നമ്മൾ അവിടെ റേറ്റ് കൂടുതലായി അടിച്ചൂല. ഇനി എവിടെയെങ്കിലും എത്താണ്ട് പറ്റില്ല. മുമ്പിൽ ട്രെയിൻ പോണോ നിങ്ങൾ? നേരെ മുമ്പില് സ്കിന്റെ കണ്ടെയ്നർ പോണൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ടൗണിലേക്കൊക്കെ എത്തിയപ്പോ ഒരു സമാധാനം ഒരാളെന്നൊക്കെ കണ്ടപ്പോ. ഡീസൽ അവൈലബിൾ ഓൺ ദ പമ്പ്. ഒരു ആളെനൊക്കെ കണ്ടപ്പോ ഒരു സമാധാനം കേട്ടാ. നല്ല കാറ്റാട്ടാ. കുടിക്ക് എന്നെ പോകാൻ കുടിക്കട്ടാ. ഫുൾ ടാങ്ക് അടിക്കണം നമ്മള്. ഇനിയിപ്പോ നമുക്ക് റിസ്ക് എടുക്കണ്ട. ഇവിടെ വേണ്ട 4:37 ഉണ്ടോ, 4:17 ആ റോഡിൽ എഴുതി വെച്ചാൽ. നമ്മളേ ഗ്യാസ് സ്റ്റേഷനിൽ വന്നപ്പോഴേ കുളിക്കാന്ന് വിചാരിച്ചു. ഇവിടെ കുളിക്കാൻ $15. പക്ഷെ കുളിക്കാന്ന് തന്നെ വിചാരിച്ചു. ആ ഉപ്പിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നിൽക്കണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റേഷനിൽ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു, ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കപ്പിത്താനെ നമ്മൾ നേരെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പോവാം. അവിടെ നമ്മളിന്ന് എടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ലൗസിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ലൗസിലേക്ക് ഇനി പോകണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് യാത്രയുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പുതിയ ഷോപ്പാണ്. അത് കാരണം വലിയ തിക്കും പാടില്ല. കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഉള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇന്ന് നാളെ രാവിലെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. ഇവിടെ ഒരു വാൾമാർട്ട് ഉണ്ട് സ്വല്പം ദൂരത്ത്. അപ്പോൾ നമുക്ക് നാളെ വാൾമാർട്ട് പോയി സാധനമൊക്കെ മേടിച്ച് കഴിക്കാം. ഇന്ന് നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് ഉള്ള പഴം കിഴൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് എടുക്കാം. $15 മേടിച്ചാടാ. നല്ല ബെസ്റ്റ് കുളിമുറി. നല്ല ചൂട് വെള്ളത്തിൽ ഒരു കുളി കുളിച്ച് കഴിഞ്ഞാണല്ലോ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. കുളിസുഖം ഒന്ന് കേട്ടണ്ട. ഈ ഒരു സമാധാനം കുളിച്ചപ്പോ. ഇന്നലെ തൊട്ട് നമ്മൾ ആകെ ഡ്രൈ ആയിട്ടിരിക്കല്ലായിരുന്നേ. ഇന്നാകെ മലകയറ്റവും വയർപ്പും ഒക്കെ ആയിട്ട് സമാധാനം. ഇതിൽ വേറെ രസം പറയട്ടെ, ഇവരെ 10 മണി വരെ ഉള്ളോ ഈ പെട്രോൾ പമ്പ്. ഇവിടെ നമ്മൾ നേരത്തെ ആദ്യം പോയില്ലേ, പോയിടത്തന്നെ പോയി കിടക്കാം. അവിടെ ആകുമ്പോൾ 24 മണിക്കൂർ ക്യാമറ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുളിച്ചപ്പോൾ എനർജി ആയി. ഇനിയിപ്പോൾ ഒരു 500 കിലോമീറ്റർ ഓടിച്ചാലും കുഴപ്പമില്ലെന്ന് പറയില്ല ആ കേസാ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ പോയി കിടക്കാം.
ഭൂമിയുടെ ഓരോ പ്രതിഭാസങ്ങളല്ലേ, അത്ഭുതമാട്ടാ. ഒരറ്റത്ത് കാണുന്ന ഗുഹയിലേക്കാണ് എല്ലാവരും കയറി പോണേട്ടാ. ഞങ്ങളുടെ ദൈവങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാലും ചെയ്താലും അത് സാധിക്കും.